കണ്ണാണല്ലോ നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ കാണുന്നത് കണ്ണില്ലെങ്കിൽ ജീവിതമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റല്ല. കണ്ണില്ലാത്തവർ ജീവിക്കുന്നില്ല എന്നുള്ളത് ചോദിക്കും. കാഴ്ച പ്രധാനമാണ്. നമ്മൾ സാധാരണ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഞാൻ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഒരു നേരത്തെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കണ്ണ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അതായത് 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലായിരുന്നു കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. യഥാർത്ഥം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗൗരവമായിട്ടുള്ള നേത്ര രോഗങ്ങൾ കൂടുതലും 40-50 വയസ്സിന് ശേഷമുള്ള പ്രായത്തിലുള്ള ആൾക്കാർക്കാണ്. അത് നമ്മൾ കൂടുതൽ കാണുന്നത് തിമിരവും, ഡയബറ്റീസ് കൂടുതൽ കാലം ഉണ്ടായിട്ട് കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കുക, പിന്നെ കണ്ണിലെ പ്രഷർ കൂടിയിട്ട് കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആയി പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗ്ലോക്കോമ എന്ന് പറയുന്ന പ്രശ്നം. ഇതൊക്കെയാണ് സാധാരണ നമ്മളൊരു ഒ പിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ 100 പേര് വന്നു കഴിഞ്ഞാൽ ഒരു 70% ആൾക്കാരിലും ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരായിരിക്കും, പ്രായമുള്ള ആൾക്കാർ വരുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വരുന്നത് കണ്ണ് ചൊറിച്ചിൽ, ദൂരക്കാഴ്ചയിൽ ചിലപ്പോൾ കുറവുണ്ടാവുക. 40 വയസ്സ് കഴിഞ്ഞ് ഉള്ള പ്രായത്തിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും റീഡിങ് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. എൻ്റെ പ്രായത്തിലൊക്കെ ഞാനിപ്പോൾ 50 വയസ്സ് അടുപ്പിച്ചായി. ഒരു 40 വയസ്സ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അവർ വന്നിട്ട് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്തോ പ്രോബ്ലം എന്നാണ്, എന്തോ കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയെന്നുള്ളതാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഈ 40 കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ദൂരക്കാഴ്ച ഒരുപോലെ നിൽക്കുകയും അതേസമയം റീഡിങ് ബുദ്ധിമുട്ട് വന്നു തുടങ്ങുകയും ചെയ്യും. അത് 40 വയസ്സിൽ ഇങ്ങനെ കുറച്ച് തള്ളി വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും. 40-41 ആകുമ്പോൾ, 42 ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി തള്ളി വെച്ച് ഇങ്ങനെ നോക്കുന്ന അവസ്ഥ വരും. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ പറ്റാതാവും. അപ്പോൾ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് അടുത്ത് കാണാൻ പറ്റുന്നുള്ള ആ ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതിന് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപ്പി എന്ന് പറയും. എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഈ നമ്മൾ ക്യാമറയിൽ അവിടെ ഇവിടെയും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുമല്ല, അതുപോലെ കണ്ണിനകത്തുള്ള ലെൻസും ഇതുപോലെ ഒരു ഫോക്കസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ണിനകത്തുള്ള ലെൻസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ വികസിച്ചും ഉരുണ്ടും ഒക്കെ മസിലിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് അതിങ്ങനെ നിരന്ന് വരും, പിന്നെ ഉരുണ്ട് വരും. അപ്പോൾ അതനുസരിച്ചാണ് ദൂരെയും അടുത്തും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എബിലിറ്റി പ്രായം കൂടി വരും തോറും ഈ എബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നേരത്തെ നല്ല ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസിങ്ങിനുള്ള കപ്പാസിറ്റി കുറയും. അപ്പോൾ അത് പ്രായം 40 വയസ്സാകുമ്പോൾ കുറേശ്ശെ ബുദ്ധിമുട്ട് വരും, 45 ആകുമ്പോൾ കുറച്ചുകൂടി വരും, 50 ആകുമ്പോൾ കുറച്ചുകൂടി വരും, 60 ആകുമ്പോഴത്തേക്ക് ഈ കണ്ണിൻ്റെ ഈ മൂവ്മെൻറ്റ് എബിലിറ്റി കുറയും, തീരെ ഇല്ലാണ്ടാവും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളത് കൂടുതൽ ശ്രമിച്ചത് കൊണ്ട് വരത്തില്ല, അത് ആകത്തില്ല. നമുക്കത് പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല ലൈറ്റുള്ള സ്ഥലത്താണെങ്കിലോ അല്ലെങ്കിൽ നല്ല ലൈറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഒരു കാര്യം, നമ്മൾ കൃഷ്ണമണി പ്യൂപ്പിൾ നന്നായിട്ട് ചുരുങ്ങി വരും ലൈറ്റുള്ളപ്പോൾ. അതുമാത്രമല്ല ഈ പ്രതലത്തിലും കൂടുതൽ ലൈറ്റ് കാണും, അപ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ അടുത്ത് സംഭവിക്കുന്നത് കാട്രാക്റ്റ് ചേഞ്ച് വരും. കാട്രാക്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിൻ്റെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് പവർ മാറും. അപ്പോൾ ദൂരക്കാഴ്ചയ്ക്കുള്ള ദൂരക്കാഴ്ച കുറഞ്ഞിട്ട് അടുത്ത് കാണുന്ന രീതിയിൽ വരും. അപ്പോൾ അങ്ങനെ കാട്രാക്റ്റ് വരുന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞതുപോലെ ആളിന് ഇത് അടുത്ത് കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് നമ്മളിനി എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രായത്തിന് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആ ചേഞ്ച് ശരീരത്തിൽ വന്നു തന്നെയാകും, കണ്ണിൻ്റെ ലെൻസിൽ വന്നു തന്നെയാകും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നേരത്തെ തന്നെ മൈനസ് പവർ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക. ഇപ്പം ഞാനിത് പറയാൻ കാരണം 40 വയസ്സാകുന്ന ഒരാളിന് നോർമലായിട്ട് ദൂരക്കാഴ്ച ഫുള്ളായിട്ടുള്ള ഒരാളിന് അടുത്ത് കാണാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് +1 പവർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത് കാണാൻ പറ്റും. 42-43 ആകുമ്പോൾ 1.25, 45 ആകുമ്പോൾ 1.5, 50 ആകുമ്പോൾ 2, +2 ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പവർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ ഒരാളിന് ഇപ്പോൾ ദൂരക്കാഴ്ച കുറവാണ്, അവർക്ക് -1 പവർ ഉണ്ടെന്ന് വയ്ക്കുക. ഈ -1 പവറുള്ള ആൾക്കാർക്ക് ദൂരക്കാഴ്ച കുറവായിരിക്കും, അവർക്ക് അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ -1 ഉള്ള ആൾക്കാർക്ക്
ആ -1 ഇതിൽ ന്യൂട്രലൈസ് ആവും. നമ്മൾ ഇടേണ്ട -1 +1 ന്യൂട്രലൈസ് ആവും. അങ്ങനെയാണെങ്കിൽ അവർക്ക് കാണാൻ പറ്റിയേക്കും കുറച്ചൊക്കെ. പക്ഷെ അവർക്ക് നമ്മൾ സാധാരണ നമുക്ക് ദൂരക്കാഴ്ചയുടെ അളവ് നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് ആവശ്യമുള്ള കാഴ്ച നമുക്കുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തീരെ ബുദ്ധിമുട്ടില്ലാത്ത കാഴ്ചയാണെങ്കിൽ ദൂരക്കാഴ്ചയിലുള്ള ചെറിയ കുറവുകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം അടുത്ത കാഴ്ചയിൽ ചെറിയ വ്യത്യാസം വന്നാലും, കാരണം സൂക്ഷ്മമായിട്ടുള്ള അക്ഷരങ്ങളല്ലേ കാണേണ്ടത്, അപ്പോൾ അത് ആ ഫൈനായിട്ടുള്ള കാഴ്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദൂരക്കാഴ്ചയിൽ ചെറിയ കുറവുകൾ വന്നാലും അറിയത്തില്ല, അതേസമയം അടുത്ത കാഴ്ചയിൽ വലിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും നമ്മളെ ബാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി.